എവല്യൂഷൻ ഓഫ് ഹോഴ്സ്. റണ്ണിങ് അഡാപ്റ്റേഷൻസ് ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാമലാണ് ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോഴ്സ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ എവല്യൂഷണറി ട്രെൻഡ്, എങ്ങനെയാണ് എവല്യൂഷൻ പ്രോഗ്രസ് ചെയ്തത് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ടാക്സോണമിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹോഴ്സ്, മോഡേൺ ഹോഴ്സസ് എന്ന് പറയുന്നത് ഇക്വസ് എന്ന് പറയുന്ന ജീനസിലാണ് വരുന്നത്. ഫാമിലി ഇക്വിഡെ എന്ന് പറയുന്ന ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയിൽ തന്നെയാണ് സീബ്രയും അതുപോലെ തന്നെ ഡോങ്കിയും വരുന്നത്. അപ്പോൾ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് സീബ്ര, ഡോങ്കി, ദെൻ ഹോഴ്സ്. അവ ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഇക്വിഡെ. മോഡേൺ ഹോഴ്സിൻ്റെ ജീനസ് ആണ് ഇക്വസ്. ഇനി മാമൽസിലെ പെരിസോഡാക്ടൈല എന്ന് പറയുന്ന ഓർഡറിലാണ് ഹോഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓട്ടോഡ് അങ്കുലേറ്റ്സ് വരുന്നതാണ് പെരിസോഡാക്ടൈല. അതായത് അങ്കുലേറ്റ്സ് എന്ന് പറയുന്നത് ഹൂഫ്ഡ് ആയിട്ടുള്ള മാമൽസ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, ഓട്ടോഡ് അങ്കുലേറ്റ്സും ഈവൻ ടോഡ് അങ്കുലേറ്റ്സും. ഓട്ടോഡ് അങ്കുലേറ്റ്സ് വരുന്ന ഓർഡറാണ് പെരിസോഡാക്ടൈല. അപ്പോൾ അവയിലുള്ള മാമൽസിൻ്റെ ഹൂഫ് എന്ന് പറയുന്നത് 1, 3 ഇതുപോലുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വസിനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോഴ്സിനെ നോക്കുകയാണെങ്കിൽ ഹോഴ്സിൻ്റെ ടോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൂഫായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ടോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സിംഗിൾ ആണ്. അപ്പോൾ സിംഗിൾ ടോഡ് അങ്കുലേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഹോഴ്സ്. അപ്പോൾ പെരിസോഡാക്ടൈലയ്ക്കകത്ത് വേറെ പല ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് സീബ്ര, ഡോങ്കി, ദെൻ റൈനോസറസ്, ദെൻ ടപ്പീർ, ഇതുപോലുള്ള ഓർഗാനിസംസ് എല്ലാം പെരിസോഡാക്ടൈൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓട്ടോഡ് അങ്കുലേറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്തുള്ളൊരു കാറ്റഗറി തന്നെയാണ് നമ്മുടെ മോഡേൺ ഹോഴ്സും. ഇനി ഇതിൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 50 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അപ്പോൾ ഇയോസിൻ എപ്പോക്ക് എന്ന് പറയുന്ന എപ്പോക്കിലാണ്, സീനോസോയിക് ഇറയിലുള്ള ഇയോസിൻ എപ്പോക്കിലാണ് ഇതിൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇറയാണ് സീനോസോയിക് ഇറ. സീനോസോയിക് ഇറയ്ക്ക് 2 പീരീഡ്സ് ആണുള്ളത്, ടെർഷ്യറി പീരീഡും ക്വാട്ടർണറി പീരീഡും. അപ്പോൾ ടെർഷ്യറി പീരീഡിനകത്ത് തന്നെയുള്ള രണ്ടാമത്തെ എപ്പോക്കാണ് ഇയോസിൻ എപ്പോക്ക്. ഇയോസിൻ എപ്പോക്കിൽ വെച്ച് ഇതിൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ക്വാട്ടർണറി പീരീഡിലുള്ള പ്ലീസ്റ്റോസീൻ എപ്പോക്കിലെത്തിയപ്പോഴേക്കിന് ഈ ഹോഴ്സിൻ്റെ എവല്യൂഷൻ കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഇക്വസ് എന്ന് പറയുന്ന ജീനസ്, ആ ജീനസ് ഒറിജിനേറ്റ് ചെയ്തത് പ്ലീസ്റ്റോസീൻ എന്ന് പറയുന്ന ക്വാട്ടർണറി പീരീഡിലുള്ള എപ്പോക്കിലാണ്. അപ്പോൾ ഇയോസിൻ എപ്പോക്ക് തൊട്ട് പ്ലീസ്റ്റോസീൻ എപ്പോക്ക് വരെയാണ് ഹോഴ്സിൻ്റെ എവല്യൂഷൻ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് അതിൻ്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നോർത്ത് അമേരിക്കയാണ്. അപ്പോൾ നോർത്ത് അമേരിക്കയ്ക്ക് നേറ്റീവായിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഹോഴ്സ് എന്ന് പറയുന്നത്. ഹോഴ്സ് പിന്നീട് നോർത്ത് അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോയി. അങ്ങനെ ഏഷ്യൻ വെറൈറ്റീസും അതുപോലെ തന്നെ യൂറോപ്യൻ വെറൈറ്റീസും ഉണ്ടാകാനുള്ള കാരണം നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള മൈഗ്രേഷനാണ്. അപ്പം എക്സാക്റ്റ് ആയിട്ടുള്ള ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയാണ്. ഇനി മോഡേൺ ഹോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ കഴ്സോറിയൽ ഫോംസ് ആണ്. കഴ്സോറിയൽ ഫോംസ് എന്ന് പറയുന്നത് മാമൽസിൻ്റെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുസോറിയൽ, കഴ്സോറിയൽ, ആർബോറിയൽ, വോളന്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് കഴ്സോറിയൽ ഫോംസ് ആണ് ഈ ഹോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. കഴ്സോറിയൽ മീൻസ് ദേ ആർ അഡാപ്റ്റഡ് ഫോർ ഫാസ്റ്റ് റണ്ണിങ്. അപ്പോൾ ഫാസ്റ്റ് റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് എല്ലാം അവയ്ക്ക് ഉണ്ടായിരിക്കും. ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ലെങ്തൻഡ് ആയിട്ടുള്ള, വളരെ ലോങ് ആയിട്ടുള്ള ലെഗ്സ്, സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ്, ഇതെല്ലാം ഇവയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത് ഗ്രാസ് ലാൻഡിലാണ്. ആ ഗ്രാസ് ലാൻഡിൽ
നിന്നുള്ള അവയുടെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് വളരെ രക്ഷ നേടാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഫാസ്റ്റ് റണ്ണിങ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴ്സോറിയൽ അഡാപ്റ്റേഷൻസ് എല്ലാം വെൽ ഡിഫൈൻഡ് ആയിട്ട് മോഡേൺ ഹോഴ്സിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഫീച്ചർ അങ്കുലിഗ്രേഡ് ഗേറ്റ് ആണ് വരുന്നത്. അങ്കുലിഗ്രേഡ് ഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൂഫ്ഡ് ആയിട്ടുള്ള ആനിമൽസ്, അവയാണ് അങ്കുലിഗ്രേഡ് ഗേറ്റ് ഉള്ള ആനിമൽസ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് അവയുടെ ടോസ് ഹൂഫായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഈ ഹൂഫ് ഉപയോഗിച്ചിട്ടാണ് അവ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ സിംഗിൾ ടോഡ് പെരിസോഡാക്ടൈല എന്ന് പറയുന്ന ഓർഡറിലാണ് ഈ മോഡേൺ ഹോഴ്സ് വരുന്നത്. ഒറ്റ ടോ തന്നെ ഹൂഫായിട്ട് മോഡിഫൈ ചെയ്ത് അത് പ്രോമിനൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. The third toe is enlarged and nails form the hoof. ഇപ്പോൾ തേർഡ് ടോ ആണ് ഇവിടെ എൻലാർജ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നെയിൽസ് ആണ് ഹൂഫായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്ലാന്റിഗ്രേഡ് ഗേറ്റ്, ഡിജിറ്റിഗ്രേഡ് ഗേറ്റ്, ദെൻ അങ്കുലിഗ്രേഡ് ഗേറ്റ് കാണാം. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിനൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് പ്ലാന്റിഗ്രേഡ് ഗേറ്റ് ആണ്. അപ്പോൾ നമ്മൾ സോൾസ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ വാക്ക് ചെയ്യുന്നത്. ഇനി ഡിജിറ്റിഗ്രേഡ് ഗേറ്റ് ആണെങ്കിൽ അവിടെ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്, ടോസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവ വാക്ക് ചെയ്യുകയും റൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അങ്കുലിഗ്രേഡ് ഗേറ്റിൽ ആ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ടോസ് ഹൂഫായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ആ ഹൂഫ് ഉപയോഗിച്ചിട്ടാണ് വാക്കും അതുപോലെ തന്നെ റണ്ണും ചെയ്യുന്നത്. ഇനി അടുത്ത ഫീച്ചർ ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് ആണ്. അപ്പോൾ ഗ്രാസ് ലാൻഡ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ്, ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആയിട്ടുള്ള ലോങ് ലെഗ്സും നെക്കും ഒക്കെ ഇവയ്ക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗ്രേസ് ചെയ്യുന്ന ഹോഴ്സസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നെക്കിൻ്റെ ഓവറോൾ ലെങ്ത്ത് അതുപോലെ തന്നെ അതിൻ്റെ ലെഗ്സിൻ്റെ സൈസ് ഒക്കെ നോക്കുക. അപ്പോൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഗ്രേസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തതാണ് അതിൻ്റെ ഡെൻറ്റീഷനെ കുറിച്ച് പറയുന്നത്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹിപ്സോഡോണ്ട് ഡെൻറ്റീഷനാണ് മോഡേൺ ഹോഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹിപ്സോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്രൗണ്ട് ആയിട്ടുള്ള ടീത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഗം ലൈനിൽ നിന്ന് വളരെയധികം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്രൗണ്ട് ആയിട്ടുള്ള ടീത്താണ് കാണുന്നത്. ഗം ലൈനിൽ നിന്ന് വളരെയേറെ ഭാഗം ടീത്തിൻ്റെ മുകളിലേക്ക് പൊന്തി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ടീത്താണ് അല്ലെങ്കിൽ ഡെൻറ്റീഷനാണ് ഹോഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഹിപ്സോഡോണ്ട് ഡെൻറ്റീഷൻ. അപ്പോൾ ഇതിനകത്ത് തന്നെ പ്രീ മൊളാഴ്സും മൊളാഴ്സും വെൽ ഡെവലപ്ഡ് ആണ്. അവ ഗ്രൈൻഡേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ മോഡ് ഓഫ് ഡയറ്റ് എന്ന് പറയുന്നത് ഗ്രേസിംഗ് ആണ്. അപ്പോൾ ഗ്രാസ് ലാൻഡിൽ ഗ്രാസസ് ഒക്കെയാണ് ഇത് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാസ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് കൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് മെറ്റീരിയലാണ്. അപ്പോൾ അതിനെ ഗ്രൈൻഡ് ചെയ്ത് വേണം അകത്തേക്ക് പോകാൻ, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊളാസും പ്രീ മൊളാസും വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അതായത് മൊളാസിൻ്റെയും പ്രീ മൊളാസിൻ്റെയൊക്കെ സർഫസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള കസ്പ്സ് എന്ന് പറയുന്ന പ്രൊജക്ഷൻസ് ചേർന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന് ഫുഡ് മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടീത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കനൈൻസും ഇൻസിസേഴ്സും ഫ്രണ്ട് റീജിയനിൽ വരും, ഇൻസിസേഴ്സ് ആൻഡ് കനൈൻസ്. പിന്നീട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിന് ശേഷമാണ് പ്രീ മൊളാസും വരുന്നത്. ഈ ഗ്യാപ്പിന് വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റമ, DIASTEMA, ഡയാസ്റ്റമ. അപ്പോൾ ഈ ഡയാസ്റ്റമ നാച്ചുറലി ഒക്കറിങ് സ്പേസ് ആണ് ബക്കൽ ക്യാവിറ്റിയിലുള്ളത്. അതായത് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, പലതരത്തിലുള്ള ടീത്തിൻ്റെ ഇടയ്ക്കുള്ള നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ ഡയാസ്റ്റമ എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഗൾഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വായ്ക്കുള്ളിൽ കുറച്ച് നേരം ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യാൻ ഈ ഡയാസ്റ്റമ ഉള്ളത് കൊണ്ട് ഈ ഓർഗാനിസത്തിന് പറ്റുന്നു. അപ്പോൾ കൂടുതൽ ഫുഡ് മെറ്റീരിയൽസ് അകത്തേക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ഈ ഡയാസ്റ്റമ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഹോഴ്സിന് പറ്റുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അപ്പർ ജോയുടെ ഒരു ഡെൻറ്റീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡെൻറ്റീഷൻ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസിസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് റീജിയനിൽ കാണാം. പിന്നെയുള്ളത് കനൈൻസ് ആണ്.
ഇനി കനൈൻസ് കഴിഞ്ഞിട്ട് വരുന്നത് പ്രീമൊളാസ് ആണ്, പിന്നീട് മൊളാസ്. അപ്പോൾ കനൈൻസും പ്രീമൊളാസും തമ്മിൽ ഒരു സ്പേസ് ഉണ്ട്. ആ നാച്ചുറൽ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാസ്റ്റമ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എവല്യൂഷണറി ട്രെൻഡ്സ് ആണ്. ഏത് രീതിയിലാണ് ഇതിൻ്റെ ഹോഴ്സിൻ്റെ എവല്യൂഷൻ പ്രൊസീഡ് ചെയ്തത് എന്നുള്ളതാണ് ഈ എവല്യൂഷണറി ട്രെൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ സൈസ്. അപ്പോൾ ഏറ്റവും ആൻസിസ്ട്രൽ ആയിട്ടുള്ള ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷീപ്പ് ലൈക്ക് ക്രീച്ചറാണ്. അതായത് മോഡേൺ ഷീപ്പിൻ്റെയൊക്കെ അത്രയും സൈസ് മാത്രമേ ഉള്ളൂ അതിന് വരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ആ സൈസ് അത് അറ്റൈൻ ചെയ്തത് എവല്യൂഷണറി പ്രോഗ്രഷൻ കൊണ്ട്. അപ്പോൾ എവല്യൂഷൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫോസിൽ ഗ്രൂപ്പ്സിനെ കാണാൻ സാധിക്കും. ആ ഗ്രൂപ്പ്സിനെല്ലാം സൈസിന് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വരുമ്പോൾ സൈസിന് ഇൻക്രീസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പം സൈസിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. ഇനിയുള്ളത് അങ്കുലിഗ്രേഡ് ഗേറ്റ് ആണ്. അതായത് ഹൂഫ്ഡ് ആയിട്ടുള്ള വാക്കിംഗ്, റണ്ണിങ്, ആ അറേഞ്ച്മെൻറ്റ് വരുന്നത് ഈ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷനിലുള്ള ഒരു പ്രോഗ്രഷനാണ്. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ ആൻസിസ്ട്രൽ ഫോംസ് സംവാട്ട് ഡിജിറ്റിഗ്രേഡ് ഗേറ്റിൽ നിന്ന് അത് അങ്കുലിഗ്രേഡ് ഗേറ്റിലേക്ക് മാറുകയാണ്. ഇനി അടുത്തതാണ് ലെങ്തനിങ് ഓഫ് ലിംസ്. ഇപ്പോൾ ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ലിംസ് നീളം കൂടുന്നു. അതുപോലെ തന്നെ കഴ്സോറിയൽ ഫോമാണ്, കഴ്സോറിയൽ അഡാപ്റ്റേഷനിൽ വരുന്നതാണ് ലെങ്തൻഡ് ആയിട്ടുള്ള ലോങ് ലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലിംബും ഹൈ ലിംബും നല്ല നീളം ആൻസിസ്ട്രൽ ഫോംസിൽ നിന്ന് കൂടുന്നതായിട്ട് ഉള്ള ട്രെൻഡ് കാണാൻ സാധിക്കും. ഇനിയുള്ളതാണ് ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ. ലോ ക്രൗണ്ട് ടീത്തിൽ നിന്ന് ഹൈ ക്രൗണ്ട് ടീത്തിലേക്കുള്ള ഒരു പ്രോഗ്രഷൻ എവല്യൂഷണറി ട്രെൻഡായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഇതിൻ്റെ ഓവറോൾ ബ്രെയിനിലുള്ള കോംപ്ലക്സിറ്റിയിലുള്ള ഇൻക്രീസ് ആണ്. അപ്പം സൈസും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റിയിലും ഇൻക്രീസ് ഉണ്ടാകുന്നതായിട്ട് ബ്രെയിനിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ അപ്പിയറൻസ് ഓഫ് ഡയാസ്റ്റമ. ഇപ്പോൾ ആൻസിസ്ട്രൽ ഫോംസിന് ഈ കനൈൻസും പ്രീമൊളാസും തമ്മിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്പേസ് ഇല്ല, സ്പേസ് വളരെ കുറവാണ്. പക്ഷേ പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ഡിസെൻഡൻസ് ഓരോന്ന് വരുമ്പോൾ ഡയാസ്റ്റമ അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഡയാസ്റ്റമയുടെ സൈസ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഡയാസ്റ്റമ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലായിട്ട് ബക്കൽ ക്യാവിറ്റിയിൽ ബിറ്റ്വീൻ ടീത്ത് ഉണ്ടാകുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസ് ഉള്ളത് കൊണ്ട് ഈ ഓർഗാനിസത്തിന് അതിൻ്റെ ഡയറ്റ് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നു. ഇനി അടുത്തതാണ് ഇലോങ്ങേഷൻ ഓഫ് നെക്ക്. അതും അതിൻ്റെ ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ എവല്യൂഷണറി ട്രെൻഡ്സ്. ഇനി നമ്മൾ ഈ ഹോഴ്സിൻ്റെ എവല്യൂഷനെ അതിൻ്റെ ആൻസിസ്ട്രൽ ഫോംസുമായിട്ട് ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഹോഴ്സിൻ്റെ എവല്യൂഷൻ ഇവിടെ ഇപ്പോൾ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആൻസിസ്ട്രൽ ആയിട്ടുള്ള ഇയോഹിപ്പസിനെ കാണാൻ സാധിക്കും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇക്വസ് എന്ന് പറഞ്ഞ ജീനസിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എവല്യൂഷണറി ട്രെൻഡ് സൈസിൽ ഉള്ള ഇൻക്രീസ് ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൂഫ് തേർഡ് എലോങ്ങേറ്റ് ചെയ്ത് സിംഗിൾ ടോഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് പ്രോഗ്രസ് ചെയ്തിരിക്കുന്നതും ഈ വലതുവശത്തുള്ള ആ ബോൺസിൻ്റെ ആർക്കിടെക്ചർ കാണിക്കുന്ന ഡയഗ്രാം ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇയോഹിപ്പസ് എന്ന് പറയുന്ന ഏറ്റവും ആൻസിസ്ട്രൽ ആയിട്ടുള്ള ഇയോസീൻ എപ്പോക്കിലുള്ള നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആൻസിസ്ട്രൽ ഫോമാണ്. പിന്നീട് അത് ഏകദേശം 50 മില്യൺ ഇയേഴ്സ് അഗോയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് എവല്യൂഷൻ പ്രോഗ്രഷൻ നടന്ന് മീസോഹിപ്പസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടായി. അതിൻ്റെ എക്സിസ്റ്റൻസ് 35 മില്യൺ ഇയേഴ്സ് അഗോയാണ്. പിന്നീട് മെറിചിപ്പസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടായി. അത് 10 മില്യൺ ഇയേഴ്സ് അഗോയാണ്. ദെൻ പ്ലിയോഹിപ്പസ് 5 മില്യൺ ഇയേഴ്സ് അഗോ. ദെൻ ഇക്വസ് നമ്മുടെ പ്ലീസ്റ്റോസിൻ എപ്പോക്കിൽ ഒറിജിനേറ്റ് ചെയ്ത ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ജീനസ്. ഇപ്പോൾ ഈ ഹോഴ്സിൻ്റെ ആൻസിസ്ട്രൽ ഫോംസിനെ 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തേത് ഇയോസിൻ ഹോഴ്സാണ്. ഇയോസിൻ എപ്പോക്കിൽ ഒറിജിനേറ്റ് ചെയ്ത ആദ്യത്തെ ഹോഴ്സിൻ്റെ ഫോം. അപ്പോൾ ഓർക്കുക, ഇതിൻ്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 50 മില്യൺ ഇയേഴ്സ് അഗോയാണ്. സീനോസോയിക് ഇറയുടെ ടെർഷറി പീരീഡിലുള്ള ഇയോസിൻ ഇപ്പോക്കിലാണ് ഇതിൻ്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ്
ആൻസിസ്ട്രൽ ഫോമാണ് ഇയോ ഹിപ്പസ് എന്ന് പറയും. ഹൈറാക്കോതീരിയം ഓർ ഇയോ ഹിപ്പസ്. ഇപ്പോൾ ഫസ്റ്റ് ഹോഴ്സാണ്. അതിൻ്റെ സൈസ് വളരെ കുറവാണ്. അതായത് ഒരു ഷീപ്പിൻ്റെയൊക്കെ സൈസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 4 limbsൽ 4 digits ഉണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ ആ ഹൂഫ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അങ്കിൾ ഗ്രേഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സ്മോൾ ബ്രെയിൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇതൊരു ഫോറസ്റ്റ് ഡ്വെല്ലർ ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ പോലത്തെ ഒരു ഗ്രേസർ ആയിരുന്നില്ല. അത് പ്രിഫർ ചെയ്തിരുന്ന ഫുഡ് എന്ന് പറയുന്നത് സ്മോൾ ട്രീസും പ്ലാന്റ്സിലും ഒക്കെ ഉള്ള ലീവ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഡ്വെല്ലർ ആയിരുന്നു. അത് ഗ്രാസ് ലാൻഡിലല്ല എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ മൊളാർ ടീത്ത് ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് അല്ലാത്തത് കൊണ്ട് അത്രയും ഹൈ ക്രൗണ്ട് ആയിട്ടുള്ള ടീത്ത് അല്ല. അപ്പോൾ ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഇയോസീൻ ഹോഴ്സ് എന്ന് പറയുന്നത്. മൊളാർ ടീത്ത് നോട്ട് ക്രൗണ്ട്. ഇയോസീൻ എപ്പോക്കിൽ തന്നെയുള്ള രണ്ടാമത്തെ ഫോസിൽ വെറൈറ്റിയാണ് ആൻസിസ്ട്രൽ ഫോമാണ് ഓറോഹിപ്പസ്. അപ്പോൾ ഇയോ ഹിപ്പസിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് ഓറോഹിപ്പസിന്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഡിജിറ്റ് അല്ലെങ്കിൽ മിഡിൽ ടോയുടെ എൻലാർജ്മെൻറ്റ് സൈസിലുള്ള ഇൻക്രീസ് നമുക്ക് ഇയോ ഹിപ്പസിൽ നിന്ന് വളരെയധികം കൂടുന്നതായിട്ട് ഓറോഹിപ്പസിൽ കാണാൻ സാധിക്കും. ഇത് ബ്രൗസിംഗ് മോഡ് ഓഫ് ഡയറ്റാണ് ഇത് ഫോളോ ചെയ്തിരുന്നത്. ഇത് ഗ്രേസർ ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയോ ഹിപ്പസിനെ പോലെ തന്നെ ഫോറസ്റ്റിൽ ഒരു ഫോറസ്റ്റ് ഡ്വെല്ലറായിട്ട് ചെറിയ ട്രീസും അതുപോലെ തന്നെ ഷ്രബ്സിലും ഒക്കെ ഉള്ള ഇലകളാണിത് ഭക്ഷിച്ചിരുന്നത്. ഇനി അടുത്ത ഇയോസീൻ എപ്പോക്കിലുള്ള ഹോഴ്സാണ് എപ്പിഹിപ്പസ്. ഇപ്പോൾ ലാർജർ ദാൻ ഓറോഹിപ്പസ്. ഓറോഹിപ്പസിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇതിന് മോളാർ പ്രോഗ്രഷൻ സംഭവിച്ചു. അതായത് ഹൈ ക്രൗണ്ട് ആയിട്ടുള്ള മോളാർ ടീത്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മോളാർ ടീത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള പ്രൊജക്ഷൻസ്, കപ്സ് എന്ന് പറയുന്ന പ്രൊജക്ഷൻസ് വളരെയധികം കൂടാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഇത് ബ്രൗസിംഗ് മോഡ് ഓഫ് ഡയറ്റിൽ നിന്ന് അത് ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ ഇയോ ഹിപ്പസിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ കാണുന്ന ആടുകളുടെ അത്രയും സൈസൊക്കെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഡോഗ്സിൻ്റെ ഒക്കെ അത്രയും സൈസേ വരുന്നുള്ളൂ ഇയോ ഹിപ്പസിന്. 50 million years agoയിലാണ് ഇതിൻ്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ മിഡിൽ ടോയുടെ എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാം. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും അത്ര പ്രോമിനൻ്റ് അല്ല. പക്ഷേ ഓറോഹിപ്പസ് എപ്പിഹിപ്പസിലേക്കൊക്കെ വരുമ്പോഴേക്കിന് ഈ മിഡിൽ ടോയുടെ എൻലാർജ്മെൻറ്റ് വളരെയധികം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒളിഗോസീൻ എപ്പോക്കിലുള്ള ഹോഴ്സിൻ്റെ ആൻസിസ്ട്രൽ ഫോംസ് ഏതൊക്കെയാണ്, അവ ഒറിജിനേറ്റ് ചെയ്തത് ഏത് ഓർഡറിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയാണ് മീസോഹിപ്പസ്. ഇപ്പോൾ ഇതിന് മോഡേൺ ഷീപ്പിൻ്റെ ഒരു സൈസ് ഉണ്ട്. അതായത് നേരത്തെ ഇയോസീൻ ഹോഴ്സിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയ വെറൈറ്റിയാണ് മീസോഹിപ്പസ് എന്ന് പറയുന്നത്. അപ്പം ലെഗ്സ് കുറച്ചുകൂടെ നീളം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഗ്സ് സ്ലെൻഡറായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഓവറോൾ സൈസ് തിക്നെസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലീനായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പ്രീ മൊളാർസിൻ്റെ മൊളാറിഫിക്കേഷൻ, പ്രീ മൊളാർസ് മൊളാർസായിട്ട് കൺവേർട്ടഡ് ആകുന്ന പ്രോസസ്സ്, അതിനകത്തുള്ള പ്രൊജക്ഷൻസിൻ്റെ എണ്ണമൊക്കെ കൂടി ഹെവി ആയിട്ടുള്ള ഗ്രൈൻഡിങ് സർഫസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സ് മീസോഹിപ്പസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ ബ്രെയിനിലുള്ള സൈസിലുള്ള ഇൻക്രീസാണ്, എൻലാർജ്മെൻറ്റ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഇനി അടുത്ത ഒളിഗോസീൻ എപ്പോക്കിലുള്ള ഹോഴ്സാണ് മിയോഹിപ്പസ് എന്ന് പറയുന്നത്. ലാർജർ ദാൻ മീസോഹിപ്പസ്. മീസോഹിപ്പസിനേക്കാളും വലിപ്പം കൂടിയതായിട്ടുള്ളതാണ്. ആദ്യത്തെ 3 toed ഫീറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് മയോഹിപ്പസ്. അപ്പോൾ ഇതും ഫോറസ്റ്റ് ഡ്വെല്ലർ തന്നെയാണ്. ഇതൊരു ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റിലേക്ക് മാറിയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മീസോഹിപ്പസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒറിജിൻ 35 million years ago ആണ്. അപ്പോൾ 3 toed വെറൈറ്റിയാണ്. അതിനകത്ത് തന്നെ 3rd toe എൻലാർജ് ചെയ്ത് അത് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് മിയോസിൻ ഹോഴ്സ്. ഇപ്പോൾ മിയോസിൻ എപ്പോക്കിൽ ഉള്ള ആൻസിസ്ട്രൽ ഹോഴ്സ് വെറൈറ്റീസിനെയാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയാണ് പാരാഹിപ്പസ്. ഇപ്പോൾ 3 toed വെറൈറ്റിയാണ് പാരാഹിപ്പസ്. ഇനി ഇതിൻ്റെ ലെഗ്സിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ആൻസിസ്റ്റേഴ്സിനേക്കാളും വളരെ കൂടുതലാണ്.
അപ്പോൾ ഇവിടെ ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ വെൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ആദ്യത്തെ വെറൈറ്റിയാണ് പാരാഹിപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗസിംഗ് മോഡ് ഓഫ് ഡയറ്റിൽ നിന്ന് ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റിലേക്ക് ഈ പർട്ടിക്കുലർ വെറൈറ്റി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മെറിചിപ്പസ്. അപ്പോൾ മോഡേൺ പോണിയുടെ ഒരു സൈസ് വരുന്നതാണ് മെറിചിപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊളാർ ടീത്ത് എന്ന് പറയുന്നത് ഹൈലി സിമെൻറ്റഡ് ആണ്. അതിനകത്ത് ഇറഗുലർ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രൊജക്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് സർഫസ് ഏരിയ കൂടും. ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നടക്കും. അപ്പോൾ ലെഗ്സിൻ്റെ ഓവറോൾ ലെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. വളരെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലെഗ്സ് ആണ് മെറിചിപ്പസിലുള്ളത്. ഇനി തേർഡ് ടോയുടെ ഡോമിനൻസ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് മൂന്നാമത്തെ ടോയാണ് മുൻകാലുകളിലും പിൻകാലുകളിലും സിംഗിൾ ഹൂഫായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെൻഡ് വളരെയധികം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് മെറിചിപ്പസ്. അപ്പോൾ ലിഗമെൻറ്റ്സ് ഇതിൻ്റെ ഫാസ്റ്റ് റണ്ണിങ്ങിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലിഗമെൻറ്റ്സ് മെറിചിപ്പസിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെയധികം പ്രോഗ്രഷൻ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ മെറിചിപ്പസ് കാണിച്ചിട്ടുണ്ട്. 10 മില്യൺ ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാറ്ററൽ ടോസിലേക്കാളും ഈ തേർഡ് ടോ വളരെയധികം ഇലോങ്ങേറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ മോഡേൺ പോണിയുടെ ഒരു സൈസാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന വെറൈറ്റിയാണ്. ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷനുള്ള വെറൈറ്റിയാണ്. ഇനി അടുത്തതാണ് പ്ലിയോസിൻ എപ്പോക്കിലുള്ള ഹോഴ്സ് വെറൈറ്റീസ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ് പ്ലെയോഹിപ്പസ്. ഇപ്പോൾ ഫസ്റ്റ് 1 ടോഡ് ഹോഴ്സാണ് പ്ലെയോഹിപ്പസ്. അപ്പോൾ ബാക്കിയുള്ള വെറൈറ്റീസിലെല്ലാം ലാറ്ററൽ ടോസ് സംവാട്ട് ഗ്രൗണ്ട് സർഫസിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലെയോഹിപ്പസിലേക്ക് വന്നപ്പോഴേക്കിന് ഈ ലാറ്ററൽ ടോൾസ് എല്ലാം ഡിജനറേറ്റ് ചെയ്ത് അവ റിഡ്യൂസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആദ്യത്തെ 1 ടോഡ് ഹോഴ്സാണ് പ്ലെയോഹിപ്പസ്. അപ്പോൾ ഇതിൻ്റെയും സൈസും മെറിചിപ്പസിനെ പോലെ തന്നെ ഒരു മോഡേൺ പോണിയുടെ സൈസാണ്. ഇപ്പോൾ മോളാർ ടീത്ത് വളരെ കോംപ്ലക്സ് ആയിട്ട് മാറി. അതായത് ഗ്രൈൻഡിങ് സർഫസ് വളരെയധികം കൂടി ഗ്രേസിംഗ് മോഡ് ഓഫ് ഡയറ്റ് എക്സ്ക്ലൂസീവായിട്ട് ഫോളോ ചെയ്യുന്ന വെറൈറ്റീസ് ആയിട്ട് മോഡിഫൈഡ് ആയി. ഇനി അടുത്താണ് പ്ലീസ്റ്റോസിൻ, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഹോഴ്സ്, ദാറ്റ് ഈസ് ഇക്വസ്. ഇപ്പോൾ മോഡേൺ ഹോഴ്സാണ്. ഇപ്പോൾ മിഡിൽ ടോ വളരെയധികം എൻലാർജ് ചെയ്തിട്ടുണ്ട്. ഹൂഫ് ഡെവലപ്പ് ചെയ്തു. സിംഗിൾ ടോഡ് അങ്കുലേറ്റ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ബ്രെയിൻ എൻലാർജ് ചെയ്തു. ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഈ ഫോർ ലിംബിൻ്റെയും ഹൈൻഡ് ലിംബിൻ്റെയും ലെങ്ത് ഒക്കെ വളരെയധികം കഴ്സോറിയൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള മോഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്ലിയോസിൻ ഹോഴ്സ് ആയിട്ടുള്ള പ്ലിയോഹിപ്പസിനെ കാണാൻ സാധിക്കും. 5 മില്യൺ ഇയേഴ്സ് അഗോയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പോണിയുടെ തന്നെ സൈസാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് സിംഗിൾ ടോഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് വരുന്നത്. ആദ്യത്തെ സിംഗിൾ ടോഡ് വെറൈറ്റിയാണ് പ്ലെയോഹിപ്പസ്. ഇനിയുള്ളത് മോഡേൺ ഇക്വസ് ആണ്. ഇക്വസ് എന്ന് പറയുന്ന ജനറ നോക്കുകയാണെങ്കിൽ ഇക്വിഡേ എന്ന് പറയുന്ന ഫാമിലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സിംഗിൾ ടോഡ് വെറൈറ്റി തന്നെയാണ്. സൈസിൽ വളരെയധികം ഇൻക്രീസ് ഉണ്ട്. ഹിപ്സോഡോൺ ഡെൻറ്റേഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. മിഡിൽ ടോ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹൂഫ് വെൽ ഡിഫൈൻഡ് ആണ്. ബ്രെയിനിൽ എൻലാർജ്മെൻറ്റ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോർ ലിംബിൻ്റെയും ഹൈൻഡ് ലിംബിൻ്റെയും എവല്യൂഷൻ ഹോഴ്സിൽ കാണുന്ന പ്രോഗ്രഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ മുകളിൽ ഫോർ ലിംബ് കൊടുത്തിട്ടുണ്ട്, താഴെ ഹൈൻഡ് ലിംബ് കൊടുത്തിട്ടുണ്ട്. അപ്പം തേർഡ് ടോ ഓരോ വെറൈറ്റിയിലേക്കും വരുമ്പോഴേക്കിന് എൻലാർജ് ചെയ്ത് അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ലാറ്ററൽ ടോസ് എല്ലാം റെഡ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ കാനോൺ ബോൺ എന്ന് പറയുന്ന ഈ മെയിൻ ബോണിൻ്റെ സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തേർഡ് ടോയിലെ എൻലാർജ്മെൻ്റ് ആണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള എവല്യൂഷണറി ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. തേർഡ് ടോ എൻലാർജ് ചെയ്ത് ഹൂഫ്ഡായിട്ട് മോഡിഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോഴ്സിൻ്റെ എവല്യൂഷൻ ഓർത്തോജെനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഓർത്തോജെനസിസിന് ഒരു എക്സാമ്പിളാണ് ഹോഴ്സിൻ്റെ എവല്യൂഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഓർത്തോജെനസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻഡൻസി ഓഫ് എ പാർട്ട് ഓർ ഓർഗൻ ടു ചേഞ്ച് പ്രോഗ്രസീവ്ലി ഇൻ സൈസ്. അപ്പോൾ ഇവിടെ ഓവറോൾ ബോഡി സൈസിൻ്റെ ഇൻക്രീസ് നമുക്ക് ഹോഴ്സിൻ്റെ എവല്യൂഷനിൽ കാണാൻ സാധിക്കും. ഇയോഹിപ്പസ് തൊട്ട് മോഡേൺ ഇക്വസിലേക്ക് വരുമ്പോഴേക്കിന് സൈസിന് വളരെയധികം
ഇൻക്രീസ് ഉണ്ടാകുന്നത് നമുക്ക് ഒബ്സർവബിൾ ആണ്. ഈ ഒരു ഡോഗ് ലൈക്ക് ക്രീച്ചറിൽ നിന്ന് ഇപ്പോൾ വളരെ മാസീവായിട്ടുള്ള ഒരു ക്രീച്ചറായിട്ട് ഇത് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കോംപ്ലക്സിറ്റിക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. മൊളാരിഫിക്കേഷനിൽ പ്രോഗ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഹൈ ക്രൗണ്ട് ടീത്താണ്, ഹിപ്സോഡോണ്ട് ഡെൻറ്റീഷനാണ് മോഡേൺ ഹോഴ്സിന് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആൻസെസ്ട്രൽ ഫോംസിന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തേർഡ് ടോയുടെ എൻലാർജ്മെൻറ്റും അതിൻ്റെ ഡോമിനൻസും ഓരോരോ വെറൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വെറൈറ്റിയിൽ നിന്ന് അടുത്ത വെറൈറ്റിയിലേക്ക് വരുമ്പോഴേക്കിന് തേർഡ് ടോ എൻലാർജ് ചെയ്ത് അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഹൂഫ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് പ്രോഗ്രഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു എവല്യൂഷണറി പ്രോഗ്രഷനെയാണ് നമ്മൾ ഓർത്തോജെനസിസ് എന്ന് വിളിക്കുന്നത്. ടെൻഡൻസി ഓഫ് എ പാർട്ട് ഓർ ഓർഗൻ ടു ചേഞ്ച് പ്രോഗ്രസീവ്ലി ഇൻ സൈസ്. അപ്പോൾ ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവരാം, ക്ലൈമറ്റ് കൊണ്ടുവരാം, ന്യൂട്രീഷൻ കൊണ്ടുവരാം, ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ കൊണ്ട് വരാം. ഓക്കെ, അപ്പം എവല്യൂഷൻ ഓഫ് ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓർത്തോജെനസിസ്. അപ്പോൾ ഇതൊരു മാക്രോ എവല്യൂഷനും എക്സാമ്പിളാണ്.